ശബരിമല മണ്ഡലകാല ഒരുക്കങ്ങളിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. 53 ലക്ഷം തീർത്ഥാടകർ വരുന്നിടത്ത് 1000 ശുചിമുറികൾ കൊണ്ട് എന്ത് കാര്യം എന്ന് കോടതിയുടെ ചോദ്യം. മേൽശാന്തിമാർക്കൊപ്പമെത്തുന്ന സഹായികളുടെ വിവരങ്ങൾ നൽകാൻ ദേവസ്വം ബോർഡിന് കോടതി സാവകാശം നൽകി. ശബരിമലയിൽ രാസകുങ്കുമം വിൽക്കാൻ അനുവദിക്കണമെന്ന ഹർജി രൂക്ഷ വിമർശനത്തോടെ കോടതി തള്ളുകയും ചെയ്തു. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, പ്രധാനമായിരുന്ന 3 ഹർജികളാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിലൊന്ന് ഈ മണ്ഡലകാലത്തെ ഒരുക്കമാണ്. അതിൽ അതൃപ്തി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശുചിമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു പുനർചിന്തന വേണം എന്നാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഈ രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. രാസവസ്തു അടങ്ങിയ കുങ്കുമം അത് വിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിരോധിച്ചിരുന്നു. അതിനെതിരെയുള്ള ഹർജിയാണെന്ന് വന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹോൾഡറാണ് ഈ ഹർജിയുമായി എത്തിയത്. അദ്ദേഹത്തെ കക്ഷി ചേർക്കണമെന്നായിരുന്നു ആവശ്യം. ഇത്തരത്തിൽ വലിയ എന്നൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ കോടതി അതിരൂക്ഷ ഭാഷയിലാണ് അതിനെ വിമർശിച്ചത്. കോടതി പ്രത്യേകമായി പറഞ്ഞത് ഈ രാസവസ്തു അടങ്ങിയ കുങ്കുമം വീട്ടിൽ ഭാര്യയുടെയും കുട്ടിയുടെയും മുഖത്ത് തേച്ചാൽ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് കോടതി പറഞ്ഞത്. ആരോഗ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടാണ് കോടതി അത്തരത്തിൽ തീരുമാനമെടുത്ത് അതിന് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കോടതി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഉന്മേഷ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.